അല്ലെൻ്റെ ഏട്ടൻ മാറി നളലി. ഞാന് വാങ്ങിയിട്ട് വരാം. അമ്മ വണ്ടി തന്നെ ഇരുന്നോ? ഓക്കെ അത് ശരി. പിന്നെ ഞാൻ ഇപ്പൊ എന്തോലൊക്കെ ഇറങ്ങി പിന്നെ ഇറങ്ങേണ്ട പറ്റൂ. ഹലോ സഞ്ജു ഭായ്, കേസേ ഹോ? എന്ത് പറ്റി മുഖത്തൊരു മ്ലാന? नहीं सर जी, आज कोई मैं जाऊँ और मुझे और कोई जाना है. ഇതിപ്പോ അഞ്ചാമത്തെ അറിയാവുള്ളൂ. मैं अभी आ रहा हूँ. സിഗരറ്റ് എത്ര? 16. അതെന്ത് കണക്കത്? ആ ഫോണും എടുത്ത് ലിബാസിനൊന്ന് വിളിക്കാം. ലിബാസ്. ആടാ സിഗരറ്റ് എത്രയാ? അടുത്തോട്ടെ ഭായി. 16 പാക്കറ്റോ? ഇതെന്തിനാടാ അത്? എടാ ഇത് വേറൊരു പരിപാടിക്കാ. ഈ വാങ്ങിക്കൊണ്ട് വാ. കാത്തിരിക്കണേ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഓക്കെ. 16 പാക്കറ്റേ 12,000 രൂപെങ്കിലാവും. മരുവന് വേണ്ടിയിട്ടില്ലേ? കയ്യിൽ പൈസ ഉണ്ടല്ലോ ഇല്ലേ? അതിനല്ല ഞാനിപ്പോൾ ഇത് വാങ്ങിയത്. ഓ, ഒരു പാക്കറ്റ് വല്ലതും വാങ്ങിക്കല്ലേ? എന്തേലും ചെയ്യും. ചേട്ടാ സിഗരറ്റ് ഇല്ലേ? ഒരു പാക്കറ്റ്. ഒന്നോ? चढ़ा 16 पैकेट सिगरेट. पीडी पीडी. नारंगा बेलम का पैसा इससे लेना. थैंक यू. സിഗരറ്റ് വാങ്ങിക്കല്ലേ? ചേട്ടാ സിഗരറ്റ്. അവൻ എന്നാ കാണിച്ചേ? ആരോട് ചോദിക്കാൻ? ഒന്ന് വിളിച്ചു നോക്കടാ. ഇല്ല ഞാൻ വിളിക്കില്ല. എവിടെ എത്തിയെന്ന് അറിയാലോ. എൻ്റെ വിളിക്കാൻ ബാലൻസ് 35 വയസ്സുള്ളൂ. ഇപ്പം വരൂ. മുണിങ്ങ് പായ വലിച്ച് പണ്ടാറടങ്ങി. ക്ലാസ് അടിക്ക. വേണം സോഡ വേണം ടച്ചപ്പ് വേണം. ഒഴിക്കണം ടച്ചപ്പ്. നീ എന്ത് ദുരന്താടാ ടച്ചപ്പ് തീനി. അല്ല എപ്പോഴാ ഷോപ്പിന്റെ ഉദ്ഘാടനം? ഷോപ്പോ? ഇത് വിൽക്കാനല്ലേ? അല്ല, പിന്നെ വലിച്ചു മരിക്കാൻ. ചാവാനാണെങ്കിൽ അണ്ണന്മാരുടെ പച്ചക്കറി കഴുകാതെ നിന്നാ മതി. അതാവുമ്പോ ചെലവും കുറയും. വേറെ ടച്ചപ്പ് ഉണ്ടോ? നമ്മുടെ ആ നേപ്പാളിക്ക് പ്രാന്തായിട്ടാ തോന്നുന്നു. ഈ സോഡ വാങ്ങിയില്ല. നമ്മുടെ MLA യുടെ ഡ്രൈവറില്ലേ സഞ്ജു ഭായ്, പുള്ളിക്ക് ഒന്നും പറയാനും സമ്മതിക്കൂല. ഈ സിഗരറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. ഈ സിഗരറ്റ് മൊത്തം സ്പോൺസർ ചെയ്ത പുള്ളിയാ. പിന്നെ പോരാത്തതിന് പുള്ളിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരവും ചെയിനും ഇതൊക്കെ കംപ്ലീറ്റ് എനിക്ക് ഊരി തന്നിട്ടേ. ഇതൊന്ന് പൊളിച്ചോണ്ടേ പറ്റുന്നില്ല. നമ്മളെ ഫ്രണ്ട്സിലെ ജയറാം ഇരിക്കില്ലേ ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കാ. ഇത് അതൊന്നുമില്ല. ആ MLA ഇല്ലേ പണിയെടുപ്പിച്ച് പ്രാന്താക്കി കാണും. നിങ്ങളത് വിട്. എടുത്തി വേണ്ടി മച്ചാ. എന്താ MLA കാര്യം പറഞ്ഞു? മനസ്സിലായില്ല. എന്താ പറഞ്ഞു? MLA ഉണ്ട. നീ എന്താ ലേറ്റ് ആയേ? ലേറ്റ് ആയതിന്റെ കാര്യം പറഞ്ഞാ. എടാ നമ്മുടെ ലെവൽ ക്രോസ് ഇല്ലേ? ഏത് ലെവൽ ക്രോസ്? ഏത് നമ്മുടെ എഡിസൺ തുരത്തിലേക്ക് പോണേ. നീ എന്തിനാ എഡിസൺ തുരത്തിലെ ലെവൽ ക്രോസ് വഴി വന്നേ? നല്ല കണ്ണായ റോഡ് ഇപ്പുറത്ത് കിടപ്പില്ലേ? കണ്ണാടി പോലുള്ള സ്ഥലത്ത് പക്ഷെ പോലീസുകാരുണ്ടാവുമല്ലോ. ഞങ്ങൾ ഓൾറെഡി 2 വിട്ടിട്ടുണ്ടായിരുന്നു. ശരി. എന്നിട്ട് ഈ അമ്മാവന്റെ കാര്യം പറഞ്ഞുതരാം. എന്ത് കഥ? നിങ്ങളെ എല്ലാ കഥയും ഞാൻ ഇവിടെ പറയാം. എന്തടാ റെഡി? അടിപൊളി. ഇവനും ഭ്രാന്തായ. വിനീഷ നീ സീരിയസ് ആയിട്ടാ? ആ സായിപ്പിന്റെ പേര് വേണ്ടിയിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിഗരറ്റ് ഒറ്റയടിക്ക് വലിച്ചതിന്റെ റെക്കോർഡ് ഈ പുള്ളിനാട്ടുകാരൻ ബിനീഷ് ദാമോദറിന്റെ പേരിലേക്ക് മാറ്റാൻ പറഞ്ഞു എന്ന് പറ ഗിന്നേഴ്സുകാരോട്. വേണ്ടാത്ത പണിക്ക് നിക്കണ്ട കേട്ടോ. നോക്കി നിൽക്കാൻ വന്ന് കത്തിക്കടാ. ഞങ്ങളുടെ പണ്ടങ്ങ് ഡൽഹി വരെ പോകേണ്ടതാ അറിയോ. പൈസയുടെ കാര്യത്തിൽ എനിക്ക് ഒരുത്തരം വിശ്വാസമില്ല. അതെന്റെ വിശാലം തന്നെ കൈകാര്യം ചെയ്താൽ മതി. എന്ത് സംഭവിച്ചാലും നമുക്ക് പരിപാടി ഗംഭീരമാക്കണം. ഇനിയിപ്പോ ഞാനങ്ങ് വിശാലം നോക്കി നടത്തണം.
ഒന്ന് പോ ബാലേട്ട, ആറും പറ്റുന്ന വർത്താനം പറയാതെ. എനിക്കൊക്കെ എന്ത് സംഭവിക്കാനാ എന്റെ വിശാലം? വണ്ടി തിരിച്ചാനേ. सब माया है, ऊपर वाला सब जानते हैं सर जी. वक्त आ चुका है खेल खत्म करने का वक्त. one second. उन कानून के मुताबिक ये सब किसी से नहीं कहना चाहिए. मैंने बहुत गलत काम किया. सब अपना ही कर्म. ഈ സഞ്ജു എന്താ ഹിന്ദിയിൽ പോലമ്പുക? വല്ല മനസ്സിലാകണം എനിക്കൊന്ന് പറഞ്ഞ. आप बहुत अच्छा आदमी है सर जी. ബാലേട്ടൻ വളരെ അച്ഛ ആദ്മി, നല്ല ആളാണെന്ന്. अगर हम इस जमीन से मिट जाए तो भी मेरे लिए एक खूबसूरत दुनिया इंतजार कर रहा है. ബാലേട്ടന് ഈ ലോകത്തിനേക്കാളും ആവശ്യം പരലോകത്തിനാണ്. मेरे लिए सबसे बढ़कर मेरा परिवार है. അവന്റെ കുടുംബം, അച്ഛനും അമ്മയും ദാദയും ദാദിയും എല്ലാരും കൂടി ഒരു 10-15 ആൾക്കാരുള്ള ഒരു ചോട്ടി കുടുംബം, ചെറിയ കുടുംബം. मैं चला जाऊँ तो भी बात नहीं, वो हमेशा हंस के रहना चाहिए. അവൻ പോയാൽ മാത്രമേ അവിടെയുള്ള ആൾക്കാർ മുസ്കുരാവൂ, ചിരിക്കും. നീ എവിടെ പോവാൻ? എടാ നിന്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട് കേട്ടാ, ധൈര്യമായിട്ടിരി. वो मेरा परिवार को मारेगा. അവരെന്റെ കുടുംബത്തെ കൊല്ലും. ഇത് നമുക്ക് 4 പേരെ അറിയിക്കണ്ടേ? അതിനല്ലടാ ലിബാഷ് റെക്കോർഡ് ചെയ്യുന്നത്. എടാ ആരെ കൊല്ലുന്ന കാര്യം നീ പറയുന്നേ? सर जी आप मेरा साथ नहीं आना चाहिए था. वो मारेगा. ആരാണ്ടി? ബാലേട്ടൻ ഇപ്പൊ അവരുടെ കൂടെ പോകാൻ പാടില്ലായിരുന്നു. എന്ത് ഇഷാര തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. അല്ല, ഇതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടാ അത് ഗിന്നസാരെ നമ്മൾ എങ്ങോട്ടേക്ക് വിളിക്കും? നോ, അതൊക്കെ പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ പോകണം. അതിപ്പോ ആരെ അറിയിക്കുക? वो आपको भी मारेगा. എടാ ആരെ കൊല്ലുന്ന കാര്യം? नीली वेल टास्क 50. ബ്ലൂ വെയിൽ ഗെയിം ടാസ്ക് 50. എന്റെ റെക്കോർഡ്. MLA എത്തിയല്ലോ. ഹലോ, ആക്സിഡന്റോ? വേണോ? എന്ത് വേണമെന്ന്? അല്ല, ആർക്കും അറിയാത്തൊരു സംഭവം ഉണ്ട്. ഈ സമയത്ത് പയറ്റാൻ പറ്റിയൊരു പണിയാണ്. എന്താ അത്? ബിനീഷേ, നിനക്കിപ്പോ എത്ര വയസ്സാണ്? 27. 27 വർഷം മുമ്പ് നടന്നൊരു കഥയാണത്. അവരെന്താ ഇത്രയും വൈകുന്നത്? എനിക്കൊന്ന് വല്ല ബ്ലോക്കോ മറ്റായിരിക്കും. ആ തീവണ്ടി കൂടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ വണ്ടി വഴിയിൽ നിർത്തിയിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ടാവും. അമ്മാവ ആംബുലൻസിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല കേട്ടോ. ആശാനെ വേണ്ട. ആശാൻ എന്താ ചെയ്യാൻ പോന്നേ? നമ്മളിത് ഇത്ര കണ്ടതാ. എന്തൊരു പുകയാണ്. ആള് ചാകാൻ കിടക്കുന്ന സമയത്ത് നിനക്ക് സിഗരറ്റ് വലിക്കണോ? അല്ലടാ, ബോഡി എടുത്തോ? അല്ല, MLA എടുത്തോ? ഇവിടെ എന്താ മൊത്തം പെട്ടെന്ന് കൊണ്ടോ, പെട്ടെന്ന്. പേഷ്യന്റിന്റെ ബിലോങ്ങിങ്സ് ആണ്. സിസ്റ്ററെ, സാറിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ പറയും. അപ്പൊ ഉറപ്പായി പോയിട്ടുണ്ടാവൂലേ? മിണ്ടാക്കടാ. അതാ ഡോക്ടർ വന്നത്. MLA യുടെ
സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? സഞ്ജുവിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാം. പക്ഷേ സാറിനെ ഞാനിപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഹോപ്പൊന്നും വേണ്ട കേട്ടോ. അവയവങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങൾ അറിയിച്ചോളൂ. സർ, എത്ര ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റും? വെന്റിലേറ്ററിലല്ലേ, നമുക്ക് എത്രയും ഹോൾഡ് ചെയ്യാം. ജീവൻ നിലനിർത്തും. മറ്റേന് വല്ല സ്കോപ്പ് ഉണ്ടോ? എന്തോത്തിന്? മിറാക്കിൾ. ഒന്ന് പോടോട്. അല്ല നീ ഒന്ന് ചോദിച്ചു നോക്കാം. ഡോക്ടർ, പ്രത്യേകിച്ച് മിറാക്കിളൊന്നും ഇല്ല കേട്ടോ സംഭവിക്കാൻ. അപ്പൊ അതുമില്ല. എള്ളുണ്ട വേണോ? ജില്ലാ പഞ്ചായത്തിലെ ഗണേശനെന്ന് അറിയിക്കും. ഗണേശനെ പറഞ്ഞുവിടാം, അതായിരിക്കും ഇപ്പൊ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നാട്ടുകാരെല്ലാരും പങ്കെടുക്കുന്ന മനുഷ്യച്ചങ്ങളെ നാശം തൽക്കാലം നിർത്തിവെച്ചെന്ന് പറയാല്ലേ. 1000, 10 ലക്ഷം, 10 ലക്ഷം. അയ്യോ, ഇത് കൊണ്ടിലെത്തിയോ? മനുഷ്യച്ചങ്ങളെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. പൂർവാധികം ശക്തിയോടുകൂടി നമ്മളത് നടത്തും. ഇത്രയും ദിവസം തന്നെ ധാരാളല്ലേ മധു? ബാലേന്ദ്രൻ സാറിന്റെ അവസാന വാക്കുകളും അതിനെ കുറിച്ചായിരുന്നില്ലേ? ആ വാക്ക് നമ്മൾ പാലിക്കണം. കുറച്ചു ദിവസം കൂടെ വെന്റിലേറ്ററിൽ തുടരാൻ പറയാല്ലേ? അതാ നല്ലത്. BSCL പാർട്ടി ഒരിക്കലും സങ്കുചിതമായി അരിയിലോ മണ്ണെണ്ണയിലോ പൂഴിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഇമ്പിച്ചിക്കോയ നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചത് എന്ന് യോഗം വിലയിരുത്തുന്നു. ഉദാഹരണങ്ങൾ നിരത്തി വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിൽ, മേശയിൽ അടിച്ചു കയറ്റുന്ന മുള്ളാണി, ചെരുപ്പിന്റെ വാർ, പിന്നെ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ അഥവാ ടോയ്ലറ്റ് പേപ്പർ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കൊക്കെ എന്നെ കണ്ടപ്പോഴേ കളഞ്ഞോ. ഗുഡ് ബോയ്. കടന്നല്ല കൈന്ന് വീണു ഇതാ. നമ്മുടെ ബജറ്റ് സാറെത്തിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ വരാനൊരു അല്പം വൈകി. കാത്തിരുന്ന് മുഷിഞ്ഞില്ലല്ലേ? സാർ ഇങ്ങോട്ട് ഇരിക്കെ, എല്ലാവരും ഇരിക്കെ. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ഓരോ BSCL പ്രവർത്തകർക്കും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നാളുകളാണ്. പുള്ളിനാട്ടുകാരുടെ ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കേന്ദ്രം നമുക്കൊരു സുവർണ അവസരം നൽകിയിരിക്കുകയാണ്. ബംഗാളിന്റെയും ഗുജറാത്തിന്റെയും കാശ്മീരിന്റെയും ഒക്കെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ഓരോ BSCL പ്രവർത്തകരുടെ ആത്മാർത്ഥതയിൽ വിശ്വാസമർപ്പിച്ച് കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ലക്ഷങ്ങൾ മുടക്കി ചരട് വലിക്കുന്ന അന്യ സംസ്ഥാന ലോബികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ ഈ ഓഫർ നമുക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത്. ഇനി ആ ഓഫർ എന്താണെന്നല്ലേ പറയാം. അടുത്ത മാസം 19-ാം തീയതി നമ്മുടെ പുള്ളിനാട്ടിലെ ബീച്ചിൽ നമ്മൾ ചങ്ങലയിട്ട് ബന്ധിക്കാൻ പോകുന്നു. മനുഷ്യ ചങ്ങല. സിറാലിയോണിലെ വൃത്തിഹീനമായ വിമാനത്താവളങ്ങളുടെ ശോചനീയ അവസ്ഥക്കെതിരെയാണ് നമ്മുടെ ഈ പോരാട്ടം. എല്ലാ പുള്ളിനാട്ടുകാരും മനുഷ്യ ചങ്ങലയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും അക്ഷീണിതരായി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോ ഫണ്ടോ? അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ നാട്ടുകാരുടെ സഹായഹസ്തങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങ് തിരുവനന്തപുരം വരെ ഓടിയെത്താനുള്ളതാണ്. അപ്പൊ ഞാനെന്നാ അങ്ങോട്ട്. ബഡ്ജറ്റിന്റെ കാര്യം അയ്യോ, അത് ഇതുവരെ ചർച്ച ചെയ്തില്ലേ? എന്താ മധു ഇത് ചർച്ച ചെയ്തില്ലേ? പൊതുവെ അനുകൂലമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ദുസ്സഹമാക്കുന്ന വസ്തുതകളൊന്നും തന്നെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇനി അഥവാ എന്തെങ്കിലും വിട്ടുപോയോ സെക്രട്ടറി? സിഗരറ്റ് ഇത്തവണത്തെ ബജറ്റിൽ സിഗരറ്റിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ എനിക്ക് നല്ല പരാതിയുണ്ട്. ഈ ബജറ്റിൽ നിന്നല്ല, പൊതുവെ എല്ലാ ബജറ്റിലും അത് തന്നെയാണ് അവസ്ഥ. ഇതൊന്നും പോരാ, എന്റെ സിഗരറ്റ് കമ്പനിക്കാര് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടുന്ന പൈസ വേറെ. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഞാൻ സിഗരറ്റ് വലി തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന ഒരു പാക്കറ്റിന്റെ വിലക്കാണ് ഇന്ന് ഒറ്റൊരെണ്ണം വാങ്ങി വലിക്കുന്നത്. അതും രൊക്കം കാശ് കൊടുത്തിട്ട്. പുള്ളിനാട്ടിലെ കടകളിലൊന്നും സിഗരറ്റിന് മാത്രം കടവില്ല. എന്റെ നാടാണിത്. അത് മാത്രമോ, സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് ക്യാൻസർ കോസസ് സ്മോക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നു പോരാഞ്ഞിട്ട് ഓലക്ക മത്താത്തൊരു ഫോട്ടോ.
കടലിൽ നിന്ന് 3-ാം പക്കം പൊങ്ങുന്ന ഡെഡ് ബോഡി കാണാൻ ഇതിനേക്കാളും ഡീസന്റ് ആയിരിക്കും. കഴിഞ്ഞില്ല, ഇനി എങ്ങനെ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയാലോ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ശോകം സീനാണ്. അത് കണ്ട മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാൻ തുടങ്ങി അപ്പം തന്നെ പുറത്തു പോയി ഒരു സിഗരറ്റ് വാങ്ങി വലിച്ച് തിരിച്ചു വരും. അല്ല, ഞങ്ങൾ ഈ സിഗരറ്റ് വലിക്കുന്നവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ലേ? അത് ഞങ്ങൾ തവിട് കൊടുത്ത് മേടിച്ചാണോ? ദാ തീവണ്ടി. വിജിത്തെ നീ കുറിച്ചിട്ടോ? നിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ അന്ത്യം ദേ ഈ ചെക്കനെ കൊണ്ടായിരിക്കും. മധുവേട്ടാ, അപ്പൊ ഇറങ്ങാം. ഓക്കെ. അപ്പൊ ശരി, നാളെ കാണാം. ആ, നാളെ കാണാം. ബൈ. ഞാൻ കാണിച്ചു കേട്ടോ. കാണിക്കും. ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് ആന്റി, മോളെ ദേവി ഇപ്പൊ ഇവിടെയാണോ? ആ, എനിക്ക് ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ കിട്ടി. ഓ, അതേതായാലും നന്നായി. ആരാ, ബിനീഷാണോ ബീനയാണോ? ആരോ എന്നോട് പറഞ്ഞു മോൾക്ക് ജോലി കിട്ടിയെന്ന്. ആന്റി, എവിടെ പോയിട്ട് വരാ? ടൗൺ വരെ ഒന്ന് പോയി. നമ്മുടെ ഇട്ടൂപ്പിന്റെ ബേക്കറിയില്ലേ, അവിടെ നമ്മളാ ഇപ്പൊ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ശരിയാക്കാൻ വേണ്ടി പോയതാ. ബിനീഷ്? ഓ, അവനെ ഏൽപ്പിച്ച പകുതി പൈസയും കമ്മീഷൻ എന്നും പറഞ്ഞെടുക്കും. പിന്നെ ബാക്കി വല്ലതും കിട്ടിയാ കിട്ടി, അത്ര തന്നെ. കളിക്കാൻ വാടാ. ആടാ വരുന്ന ഒരു സെക്കൻഡ്, നിങ്ങൾ ടീം ഇട്ടോ? ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. ബൈ. അമ്മാവോ, ഒരു പഫ്. ചുള്ളി വെച്ചാൽ മതി. വലിച്ചോ. കൊറേ നാളായില്ല, എവിടെയായിരുന്നത്? നിങ്ങളിപ്പോ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അങ്ങനെ തോന്നിയോ? ആ, ഫുൾ ടൈം ക്യാരംസ് കളിയാണല്ലോ. ചിർക്കി ചിർക്കി. നീ ഇപ്പോഴും ഗോളി തന്നെയാ? ഓ, നല്ല അവന് സീറ്റ് വലിക്കാൻ പറ്റുള്ളൂ. ഡാ, ഇങ്ങനെ സീറ്റ് വലിച്ചിരിക്കാണ്ട് വാട കളിക്കാൻ പോവാ. എന്നെങ്കിലും ബോൾ വിടാൻ പറ്റണേ. എവിടെയായിരുന്നു? കണ്ടില്ല ഒരാഴ്ച. എഡിസൺ ദൂരത്തിലൊന്നും കൂടി. നീ പോയിട്ടുണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ ഒരു ദിവസം നമുക്ക് പോവാം. ഏയ്, ഞാനൊന്നുമില്ല. ആ കിളിബോയ് ടീംസിന്റെ സ്ഥലമല്ലേ, റാസ്പുട്ടിനും ബോബ് മാർലി. അതൊക്കെ അവരുടെ കിളിയും കുരുവൊന്നും പോയിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. എടാ, അവിടെ വേറെ സിഗരറ്റ് ഉണ്ടോ? ഇല്ല. നീ ആ പാർട്ടി ഓഫീസിൽ എന്ത് പരിപാടി കാണിച്ച്? അത് വിട് സഫറേ. നിനക്കത് വിട് എന്നൊക്കെ പറയാം. 10 പേരോട് ഉത്തരം പറയണേ ഞാനാ. അതിന് നീ ആരാ? ഞാനാരാ? ആ, നീ ആരാന്ന്? ഞാനല്ലടാ പ്രശ്നം സോൾവ് ചെയ്തെന്ന്. നീ എന്ത് മൈത്താണ്ടി നീ പറഞ്ഞു? കളിക്കാടോ. ഇപ്പൊ അങ്ങനെ ആ, ഇപ്പൊ അങ്ങനെ ആയി. നിർത്തിയടാ, നിർത്തി. ഇങ്ങോട്ടേക്ക് പുള്ളിനാട്ടിലെ സകല കാട്ടാളന്മാർക്കുള്ള സേവനം ഉണ്ടല്ലോ, സഫർ ഇന്നത്തോടാണ് നിർത്തുക. വീടല്ലേ സഫർ ഒന്ന് ചിലക്കാണ്ട് പോടാ. സഫറേ, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ, നീ വല്ലപ്പോഴും സത്യം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്ന് പോടാ അവിടുന്ന്. കേറി കളിക്കടാ. കൈതിപ്പ് കിട്ടും, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട. ആ, അതൊക്കെ പോട്ടെ. ഡാ, മധുവട്ടം വന്നിട്ടുണ്ടായിരുന്നു. നല്ല ദേഷ്യത്തിലാ വന്നത്. കുടിക്കാൻ ആ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യും. ഒന്ന് പോടാ അവിടുന്ന്. ആ പ്രശ്നം ഇപ്പൊ സോൾവ് ചെയ്തിട്ട് എന്തിനാ? അത് ശരിയാണല്ലോ. അതിപ്പോ എന്തിനാ സോൾവ് ചെയ്യുന്നേ? അയാളുടെ മോളെ ദൈവം കെട്ടാൻ പോകുന്നുണ്ടോ? ഉണ്ടാടാ. ഇല്ല. നീ
ഇതാണ് ടീം. മോൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അവൾക്കെങ്ങനെ? അവൾക്ക് ഓക്കെയാ. നിനക്കോ? തിരക്കടില്ലെന്നാ തോന്നുന്നത്. ആര് കൊണ്ടുവന്നതാ? അവള് തന്നെ. ഏതാ പയ്യൻ? ബിനീഷ്. ബിനീഷോ? എവിടുത്താരനാ? നമ്മുടെ പഴയ ദാമോദരന്റെ മകൻ. ആ തീവണ്ടിയോ? എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശമെന്ന് മനസ്സിലായില്ല. നിനക്ക് ദേവിയെ കെട്ടണോ? നിനക്കെന്റെ മോളെ കെട്ടണോന്ന്? പ്രശ്നമായോ? കഞ്ഞി എടുക്ക്. മൂത്രം വെച്ചിട്ട് പോയി കിടന്നുറങ്ങട്ടോ. അതെ അതെ, അല്ലെങ്കിൽ ബെഡ് മൊത്തം വൃത്തി കിടക്കും അവൻ. എടാ ബ്രഷ് ചെയ്യ കേട്ടോ. നീ ഇന്ന് മധുവേട്ടനെ കണ്ടിരുന്നല്ലേ ഗ്രൗണ്ടിൽ വെച്ച്? എന്താ കാര്യം? ഒരു കല്യാണക്കാരിയാ. ആരുടെ? ആ ഉപ്പേരി എടുക്കും. കല്യാണക്കാരിയോ? ആരുടെ കല്യാണക്കാര്യം? പുള്ളിയുടെ മോളുടെ. ആ കൊച്ചിന്റെ കല്യാണക്കാര്യം നിന്നോടെന്തിനാ പറയുന്നത്? ഇന്ന് വൈകുന്നേരവും ഞാൻ അവളെ കണ്ടതാണല്ലോ. എനിക്കറിയില്ല. അറിയില്ലേ? എന്നോട് പുള്ളി മോളെ കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് എന്നിട്ടെന്ത്? ഞാനൊരു നോബറ നൈസായിട്ട് കൂട്ടി. അപ്പോ നിങ്ങൾ തമ്മിലൊന്നും ഇല്ല? അതെ. ഒരു മിനിറ്റ്. ഏയ് ഞങ്ങൾ തമ്മിലെന്ത്? അപ്പൊ ഗുഡ് നൈറ്റ് ബിനീഷ്. അച്ചാർ കിട്ടിയില്ല. ഓ എന്റെ പൊന്നമ്മ, സീരിയസ് ആയിട്ടൊരു ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോ അതിന്റെ ഇടയ്ക്ക് അച്ചാറും തേമ്പും. നീ എന്താ ഫോൺ എടുക്കാത്തെ? ആരാ? നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? ആരത്? നിന്റെ തന്ത. ഇങ്ങോട്ട് വാടാ. എടാ ഇങ്ങോട്ട് നോക്കടാ. എവിടെ? ജനലിന്റെ അടുത്തേക്ക് വാടാ. ജനല് ഇങ്ങോട്ട് നോക്ക്. നീ എന്ത് നേരത്തെ ഇവിടെ? നീ അച്ഛനോട് ഇന്ന് എന്താ പറഞ്ഞേ? നീ അച്ഛനോട് എന്താ പറഞ്ഞേ? എന്തുപറ്റി? ഞാൻ മധുവിനോട് നമ്മുടെ കേസ് ഓക്കെ അടിച്ചാണല്ലോ. പുള്ളി നല്ല ഹാപ്പി ഇല്ല പോയത്. പിന്നെ എന്തുപറ്റി? ഞാൻ വല്ല തിളച്ച ആസിഡ് എടുത്ത് മോന്തയ്ക്ക് ഒഴിക്കും. സത്യം പറയണം. സത്യം പറഞ്ഞാൽ നിന്റെ അച്ഛൻ വന്ന് കൊടുത്തപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷെ കാര്യമാക്കണ്ട, ഞാൻ തന്നെ നേരിട്ട് കണ്ട് മധുവേട്ടനോട് സത്യാവസ്ഥ ധരിപ്പിച്ചോളാം. ഉറപ്പാണോ? ഉറപ്പാണ്. എപ്പോ? എപ്പോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം. നീ പൊക്കോ. പോവാനാ? ഇങ്ങോട്ട് ഇറങ്ങി വേണം. എങ്ങോട്ട് ഇറങ്ങി വരാൻ? നീ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലേ? പൊക്കോ. ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ശരി, വരാം. ബാ. ഒന്ന് പിടി.
ഹലോ, നമസ്കാരം. പറയണം. ഇത് സ്ഥിരം പരിപാടിയാണോ അതോ ഇത് ശരിക്കും ഫസ്റ്റ് ടൈം. ഭവതി ഇന്നിവിടെ താമസിക്കുന്നുണ്ടോ അതോ ഇന്ന് തന്നെ പോവോ? പോ. അയ്യോ, ഇത് ഞാനൊരു ആവേശത്തിൽ ഇങ്ങോട്ട് നടന്നു വന്നതാ. എടാ ബിനീഷേ, നീ ആ കൊച്ചിനെ അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വാ. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. കൊച്ച് ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ട് വന്നത്? കൊച്ച് ഒറ്റയ്ക്ക് തന്നെ പൊക്കോളും അല്ലേ? വേണ്ട അവൻ കൊണ്ടുവിടട്ടെ.